പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾക്ക് ഇറക്കി കിട്ടിയ ആയത്താണ് വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ. വളരെ കുറഞ്ഞ വിവരം മാത്രമേ നിങ്ങൾക്ക് ഇറക്കി തന്നിട്ടുള്ളൂ എന്നാ പറഞ്ഞത്. മഹാനായ സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഒരു കപ്പൽ യാത്രയിൽ സയ്യിദുനാ ഖളർ പറഞ്ഞു, ഇൽമി വഇൽമുക ഫി ഇൽമില്ലാഹി മാ നഖസ ഹാദൽ അസ്ഫൂറു മിൻ ഹാദൽ ബഹർ എന്ന് സയ്യിദുനാ ഖളർ അലൈഹിസ്സലാം. ഒരു കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ ആ കപ്പലിന്റെ ഒരു സൈഡിൽ വന്നിട്ട് ഒരു കിളി ഇങ്ങനെ ഇരുന്നു. എന്നിട്ട് സമുദ്രത്തിൽ നിന്ന് അതൊന്നിങ്ങനെ കൊത്തി ഫറജഅലമാക്കാൻ, എന്നിട്ട് അവിടെ തന്നെ തിരിച്ചു കൊണ്ടിരുന്നു. അപ്പോ ഇതിങ്ങനെ നോക്കി നിൽക്കുക, രണ്ടാളും കപ്പലിന്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കുക, മൂസാ നബിയും ഖളർ നബിയും. അവര് ഒരു കിളി, ചെറിയ ഒരു അടക്ക കിളി പോലത്തെ ഒരു കിളി വന്നിട്ട് കപ്പലിന്റെ കൊമ്പിലിരുന്ന് പിന്നെ അതിങ്ങനെ സമുദ്രത്തിൽ നിന്നിങ്ങനെ ഒരു കൊത്ത് അതിന്റെ കൊക്കൊണ്ട് കൊത്തി പിന്നെ വീണ്ടും തിരിച്ചു വന്ന് ആ കപ്പലിന്റെ സൈഡിൽ ഇരുന്നപ്പോൾ ഖളർ നബി മൂസാ നബിയോട് പറഞ്ഞു, മൂസ ആ കാണുന്ന പക്ഷിയുടെ കൊക്കിലേക്ക് നോക്ക്, ഈ കാണുന്ന സമുദ്രത്തിലേക്ക് നോക്ക്. എന്റെയും നിന്റെയും അറിവും അള്ളാഹിന്റെ അറിവും തമ്മിലുള്ള വ്യത്യാസം, ആ പക്ഷിയുടെ കൊക്കിലുള്ള ജലസ്പർശവും ഈ സമുദ്രവും തമ്മിലുള്ള വ്യത്യാസമാണെന്ന് മഹാനായ സയ്യിദുനാ ഖളർ അലൈഹി അല്ലാഹു നാഫിഅ ഇൽമിനെ തരട്ടെ. അത് അവരെ വിവരം. അപ്പൊ നമ്മളെ വിവരവും നമുക്ക് വിവരമില്ല. നമുക്ക് മൂക്കില്ലാത്ത രാജ്യത്ത് മുറിമൂക്കൻ രാജാവുന്നു എന്നത് മാത്രമേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു വിവരമില്ല. വിവരം എന്താണെന്ന് പോലും അറിയില്ല. വിവരത്തിൻ്റെ വാതിൽ തുറക്കാൻ പോലും കഴിയില്ല. അവിടേക്കൊന്നും നമ്മൾ എത്തിയിട്ട് തന്നെ ഇല്ല. അള്ളാഹു സ്വന്തം ഫൈനലിൽ കിടക്കണമെങ്കിൽ സെമി ഫൈനലിൽ കിടക്കുന്നതിന് മുമ്പ് ക്വാർട്ടർ ഫൈനലിൽ കഴിയേണ്ടത് അവിടെ തന്നെ എത്തിയിട്ടില്ല. പിന്നെന്താ ബാക്കി പറയും? അള്ളാഹു നമ്മളെ കാക്കട്ടെ. അപ്പം നമ്മൾക്ക് കിട്ടുന്ന അറിവാണ് ഞാൻ പറഞ്ഞത്. അള്ളാഹുവിൻ്റെ പ്രത്യക്ഷപ്പെടുത്തലിന് അവൻ്റെ ജലാലിനെയും ജമാലിനെയും അവൻ്റെ മഹത്വം, അവന്റെ അഴക്, അവന്റെ മഹത്വം അത് വെളിപ്പെടുത്താൻ അല്ലാഹു സൃഷ്ടികളെ പടച്ചു. സൃഷ്ടികൾ രണ്ട് വിപുലമാണ്. സൃഷ്ടികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സൃഷ്ടികളെയും അല്ലാഹു തആല മനുഷ്യന് വെളിപ്പെടുത്തി കൊടുത്തു. എല്ലാ സൃഷ്ടികളെയും മനുഷ്യന് വെളിപ്പെടുത്തി കൊടുത്തു. എല്ലാം വസഖറ ലക്കും അശംസ വൽ ഖമർ, സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു. അതെങ്ങനെ വെളിപ്പെടേണ്ടവർക്കൊക്കെ വെളിപ്പെടും. 500 ബഹുമാനപ്പെട്ട 15 കോടി കിലോമീറ്റർ ദൂരെയുള്ള സൂര്യനെയാണ് കൈ ചൂണ്ടി വിരൽ ചൂണ്ടി നിർത്തിയത് മഹാനായ സയ്യിദുനാ യൂഷ. ഉറക്കപ്പറ സയ്യിദുനാ യൂഷ അലൈഹിസ്സലാം. ചിന്തിക്കണം, എവിടെയുണ്ട്? സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. ഒരു വിരൽ ചൂണ്ടി നിർത്തി മഹാനായ സയ്യിദുനാ യൂഷ അലൈഹിസ്സലാം. എന്നാൽ യൂഷ അത്ര വലിയൊരു നബിയാണോ? അല്ല. യൂഷ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉലുൽ അസ്മിൽപ്പെട്ട നബിയൊന്നുമല്ല. ഒരു വേദഗ്രന്ഥം കിട്ടിയ നബിയാണോ? അല്ല. മഹാനായ സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖാദിമായിരുന്നു. പിന്നീട് ബഹുമാനപ്പെട്ടവർക്ക് അല്ലാഹു നുബുവത്ത് നൽകി. വഇദ് ഖാല മൂസ ലിഫതാഹു ലാ അബ്റഹു ഹത്താ അബ്ലുഗ മജ്മഅൽ ബഹ്റൈൻ. തന്റെ ബാല്യക്കാരനോട്, തന്റെ കൂടെയുള്ള ബാല്യക്കാരനോട് മൂസാ നബി പറഞ്ഞു എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ടല്ലോ അൽ കൗഫിൽ. അവിടെ പറഞ്ഞ ബാല്യക്കാരൻ ഷുഐബായി യൂഷ ആയിരുന്നു എന്നാണ് പ്രധാനപ്പെട്ട അഭിപ്രായം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നാണ് ആ മത്സ്യം നഷ്ടപ്പെട്ടു പോയത്. ആ മത്സ്യം പിന്നെ പോയ കാര്യം പോലും അറിയാതെ അദ്ദേഹം തന്നെ മറന്നുപോയി. വമാ അൻസാനിഹു ഇല്ല ശൈത്വാനു അൻ അദ്കുറ. ആ പിശാചിന്റെ കാരണം എനിക്ക് ആ മത്സ്യം നഷ്ടപ്പെട്ട കാര്യം പറയാൻ കഴിഞ്ഞില്ല എന്നൊക്കെ മൂസാ നബിയോട് പറയുന്നത് ഈ യൂഷാണ് അലൈഹിസ്സലാം. ആ മനുഷ്യന്റെ കഴിവാണ് പറഞ്ഞത്. അങ്ങനെയുള്ള യൂഷാന്റെ കഴിവാണ് എന്ത് പറഞ്ഞത്? 15 കോടി കിലോമീറ്റർ ദൂരെയുള്ള സൂര്യനെ കൈ ചൂണ്ടി തടഞ്ഞു നിർത്തി ബഹുമാനപ്പെട്ട സയ്യിദുനാ യൂഷ അലൈഹിസ്സലാം. എന്തിനാ ഇത് പറഞ്ഞത്? മനുഷ്യനായാൽ എല്ലാം ഒന്ന് വെളിപ്പെടും, ഒക്കെ വെളിപ്പെടും. എല്ലാം വെളിപ്പെടും. 16 ലക്ഷം ജനങ്ങളെ കടൽ കടത്തി കൊണ്ടുപോകാനാണ് കടലിൽ അടിച്ചത് മഹാനായ മൂസ. എന്നാൽ മൂസാ നബി ഏറ്റവും പ്രധാനപ്പെട്ട നബിയാണോ? അല്ല. ലൗ കാന മൂസ വഈസ ഹയ്യൻ ലമാ വസിഅഹുമാ ഇല്ല ഇത്തിബാഇ വഇല്ലാ ലഅകബ്ബഹും അല്ലാഹു ഫിന്നാർ എന്ന് മുഹമ്മദ് മുസ്തഫ. മൂസായും ഈസായും ഇന്ന് ജീവിച്ച് എന്റെ മുന്നിൽ ഉണ്ടാവുകയാണെങ്കിൽ എന്റെ പിന്നാലെ നടക്കേണ്ടി വരും, അല്ലെങ്കിൽ അവർ നരകത്തിലേക്ക് മുഖകുത്തി വീഴേണ്ടി വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. അങ്ങനെയുള്ള മൂസാ നബിയാണ് ഒരു വടി കൊണ്ടടിച്ച് 16 ലക്ഷം ഇസ്രായേലിയരെ കടലും കടത്തിക്കൊണ്ടുപോയത്. അല്ലാഹു എല്ലാവർക്കും വെളിപ്പെടുത്തി. മനുഷ്യർക്ക് നല്ലോണം ചിന്തിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ കാണുന്നതെല്ലാം അല്ലാഹുവിന്റെ അഴകാണ്, എല്ലാം അല്ലാഹുവിന്റെ അഴകാണ്. ഈ അഴക് അല്ലാഹു സുബ്ഹാനഹു വ തആല, ഇത് അല്ലാഹുവിന്റെ ജലാലാണ്, ഇത് അല്ലാഹുവിന്റെ ജമാലാണ്. ഈ കാണുന്ന സമുദ്രം അല്ലാഹുവിന്റെ ജമാലാണ്, ഈ കാണുന്ന മണ്ണും വിണ്ണും അല്ലാഹുവിന്റെ ജമാലാണ്.
വെളുപ്പാങ്കാലത്ത് ഫജ്ർ ഉദിക്കുന്നതിന് മുമ്പ് പാതിരാത്രി കഴിഞ്ഞാൽ പുറത്തിറങ്ങി നക്ഷത്രങ്ങളിൽ നോക്കിയിട്ട് ചൊല്ലാൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആയത്തുണ്ടല്ലോ. ആലി ഇമ്രാൻ 191 വചനങ്ങൾ. വെളുപ്പാങ്കാലത്ത് നക്ഷത്രത്തിലേക്ക് നോക്കിയിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ ജലാലി ജമാലിനെ കുറിച്ച് ആലോചിച്ച് ചൊല്ലിയാൽ അവന്റെ ദോഷം പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ഈ രണ്ടായത്ത് ആല ഇമ്രാൻ 190 ഈ രണ്ടായത്ത് വെളുപ്പാങ്കാലത്ത് ഫജ്ർ ഉദിക്കുന്നതിന് മുമ്പ് ഒരാൾ നക്ഷത്രങ്ങളെ നോക്കി അള്ളാഹുവിന്റെ മഹത്വത്തിന്റെ വലിപ്പം മനസ്സിലാക്കിക്കൊണ്ട് ചൊല്ലിയാൽ, അല്ലെങ്കിൽ അത് ചിന്തിച്ച് ചൊല്ലിയാൽ അവന്റെ ദോഷം പൊറുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, ഇതൊക്കെ വലിപ്പമാണ്. ഇതെല്ലാം അല്ലാഹു തആല മനുഷ്യനെ വെളിപ്പെടുത്തി. മനുഷ്യനെ അല്ലാഹു തആല രണ്ട് വിധമായി സംവിധാനിച്ചു. ഏതാ രണ്ട് വിധം? ഒന്ന് മുഅ്മിനീങ്ങളും ഒന്ന് മുഅ്മിനല്ലാത്തവരും. എന്താ മുഅ്മിനിന്റെ പ്രത്യേകത? മുഅ്മിൻ അല്ലാഹുവിന്റെ ജമാലിലാണ്, അല്ലാഹുവിന്റെ ജലാലിലാണ്. അവന എന്തിനാണ് ഈ പ്രപഞ്ചം പടച്ചത് എന്ന് അവനറിയാം. എന്തിനാണ് ഈ പ്രപഞ്ചം പടച്ചത് എന്നൊരാൾ മനസ്സിലാക്കിയാൽ അവനാണ് മുഅ്മിനായ മനുഷ്യൻ. അത് ഓരോരുത്തരും മനസ്സിലാക്കലിന് വ്യത്യാസം ഉണ്ടാവും, പക്ഷെ അടിസ്ഥാന വിവരം എല്ലാവർക്കും ഉണ്ടാവും. അതാണ് മുഅ്മിൻ. കൂടുതൽ വർത്തമാനം പറയേണ്ട ആവശ്യമില്ല. ആരാ മുഅ്മിൻ? നിസ്കരിക്കുന്നവനാണോ? നിസ്കരിക്കുന്നത് ചിലപ്പോൾ മുനാഫിഖും നിസ്കരിക്കും. ഫവൈലുൽ ലിൽ മുസല്ലീൻ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ചിന്തിക്ക്. നോമ്പോക്കുന്നവനാണോ? മുനാഫിഖും നോമ്പോൽക്കും. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ചിന്തിക്ക്. ഹജ്ജ് ചെയ്യുന്നവനാണോ? മുനാഫിഖും ഹജ്ജ് ചെയ്യും. ഖുർആൻ ഓതുന്നവനാണോ? അൽ മുനാഫിഖു യഖറഉൽ ഖുർആൻ. മുനാഫിഖ് ചിലപ്പോൾ ഖുർആൻ ഓതുമെന്ന് മുഹമ്മദ് മുസ്തഫ. മുത്ത് മുഹമ്മദ് മുസ്തഫ. മുനാഫിഖ് ചിലപ്പോൾ ഖുർആൻ ഓതുമെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. അപ്പൊ എങ്ങനെയാണ് മുനാഫിഖിനെയും മുഅ്മിനെയും തിരിച്ചറിയാം? മുഅ്മിനും മുഅ്മിനല്ലാത്തവനെ എങ്ങനെ അറിയും? അതിന് ഒറ്റ മാനദണ്ഡേ ഉള്ളൂ. ഈ പ്രപഞ്ചത്തിന്റെ പൊരുൾ അറിയുന്നവനാണ് മുഅ്മിനായ മനുഷ്യൻ. അതിന് സ്കൂളിൽ പഠിച്ചു, മദ്രസയിൽ പഠിച്ചു, ചിലപ്പം മദ്രസയിൽ പഠിക്കൂല, എന്നാലും അവന് പൊരുളറിയും. അതെന്താ? അത് ഈമാനാണത്. ഈമാൻ ഒരു മനുഷ്യനിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ അവൻ ഈ പ്രപഞ്ചത്തിന്റെ പൊരുളറിയും. എന്താണ് ഈ പ്രപഞ്ചത്തിന്റെ പൊരുൾ? യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവാണ്. ബാക്കിയൊക്കെ അവന്റെ അടിമകളാണ്. ചിന്തിക്കും, വളരെ ചിന്തിക്കണം. അല്ലാഹുവിന്റെ ഉദ്ദേശമല്ലാതെ ഒന്നും ഇവിടെ നടക്കുകയില്ല. അല്ലാഹുക്ക് വേണ്ടി അല്ലാതെ ഇവിടെ ഒന്നും പഠിച്ചിട്ടുമില്ല. അടിമക്ക് ഉദ്ദേശമില്ല, ഉടമക്കാരന്റെ ഉദ്ദേശമാണ് ഉദ്ദേശം. അടിമ ഉടമയെ തേടുകയല്ലാതെ അടിമക്ക് യാതൊരു താല്പര്യവുമില്ല. ഏറ്റവും വലിയ താല്പര്യം എന്ന് പറഞ്ഞാൽ ഉടമക്കാരനെ തേടുന്ന താല്പര്യമാണ് ഏറ്റവും വലിയ താല്പര്യം. അതാണ് മുഅ്മിനായ മനുഷ്യൻ. അല്ലാഹു ഈമാന്റെ 6 കാര്യം പഠിച്ചത് കൊണ്ട് മുഅ്മിനായിക്കോളണമെന്നില്ല. എന്നാൽ ഈമാന്റെ അക്കാദമിക്കൽ വിവരം ഇല്ലാത്തത് കൊണ്ട് ഒരാൾ മുഅ്മിനാകൂല, അങ്ങനെയുമില്ല. നല്ല പോലെ ചിന്തിക്കണം. എന്താണ് ഈമാൻ എന്ന് മനസ്സിലാക്കണം. 3 കാര്യമാണ് ഈമാൻ. 3 കാര്യം? അശ്ശുക്റു വസ്സബ്റു വൽറിളാ. അല്ലാഹു ഇതിന് 3നും നമുക്ക് തൗഫീഖ് തരട്ടെ. 3 കാര്യമാണ് ഈമാൻ. ഈമാൻ കാര്യം 6 എണ്ണാണ്, പക്ഷെ ഈമാൻ 3 കാര്യമാണ്. 3 കാര്യം ഒരാളെ കൽബിൽ കയറിയാൽ അവൻ മുഅ്മിനായി. ഈമാൻ കാര്യം അക്കാദമിക്കൽ പഠനമാണ്, അത് നല്ലതാണ്, പക്ഷെ അത് പഠിച്ചതുകൊണ്ട് മുഅ്മിനായിക്കൊള്ളണമെന്നില്ല. മുഅ്മിനാകണമെങ്കിൽ കൽബിന്റെ ഉള്ളിൽ 3 കാര്യം ശക്തമാകണം. ഒന്ന് അസ്സബ്റു, ഒന്ന് അള്ളാഹ്ക്ക് വേണ്ടിയുള്ള ക്ഷമ. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? അള്ളാഹു തആല മനസ്സിലാവണില്ലേ പറഞ്ഞത്? അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. വളരെ ചിന്തിക്കണം. ഒരാൾ മുഅ്മിനാകണമെങ്കിൽ അവനിൽ 3 കാര്യം ഉണ്ടായിരിക്കണം. അവന് അടയാളങ്ങൾ ഉണ്ടാകാം, നല്ല കുപ്പായം ഉണ്ടാകാം, നല്ല കുപ്പായം ഇല്ലാതിരിക്കാം, നല്ല തലക്കെട്ടുണ്ടാവാം, ഉണ്ടാവാതിരിക്കാം, നല്ല തൊപ്പി ഉണ്ടാവാതിരിക്കാം, താടി ഉണ്ടാകാതിരിക്കാം, ഒക്കെ ആ അടയാളങ്ങളാണ്. ചിന്തിക്കണം. തിരിച്ചും വരും, അങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും. ചിന്തിക്കണം. എല്ലാ അടയാളങ്ങളും മുനാഫിഖിനുണ്ടാകാം, പക്ഷേ ഈമാൻ ഇല്ലാതെ ഇരിക്കാം. തിരിച്ച് ഒരു മനുഷ്യന് ഈമാൻ ഉണ്ടാകാം, എന്നാൽ പ്രത്യക്ഷ അടയാളങ്ങൾ ഇല്ലാതെയും ഇരിക്കാം. സാധാരണഗതിയിൽ മുഅ്മിന് അടയാളം ഉണ്ടാവും. റയർ കേസ് ചിലപ്പോൾ അടയാളമൊന്നുമില്ല, ആള് മുഅ്മിനായിരിക്കും.
ചിലപ്പോൾ തിരിച്ചുണ്ടാവും. എല്ലാ അടയാളമുണ്ട്, പക്ഷെ ആൾ മുമ്പിനാവൂല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. എന്താ ഈമാൻ? ഈമാൻ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ 3 കാര്യം ശക്തമാകുന്നതിനാണ് ഈമാൻ എന്ന് പറയുക. ഒന്ന് അസ്സബറു, അള്ളാഹ്ക്ക് വേണ്ടി എല്ലാം ക്ഷമിക്കാൻ തയ്യാറാകുക. എന്തിനാ തയ്യാറാവാതിരിക്കണ്? നമ്മളതല്ലല്ലോ. ഒക്കെ ആരുടെ മുതലാണ്? പറയും, അള്ളാഹിൻ്റെ മുതലാണ്, അള്ളാഹുവിൻ്റെ മുതലാണ്. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അള്ളാഹു ഇന്നൊരാൾ എന്നോട് പറഞ്ഞു എൻ്റെ കുട്ടികളൊക്കെ എല്ലാവരും കുടുംബമൊക്കെ നല്ല കോലത്തിലാവലാണ് എൻ്റെ ലക്ഷ്യം, എന്നാൽ എനിക്കൊരു സമാധാനത്തിൽ മരിക്കാം. ഞാൻ പറഞ്ഞു, ഈ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് കുടുംബമൊക്കെ നല്ല നിലക്കാവുമെന്ന് ആരാ പറഞ്ഞത്? നീ മരിച്ചാൽ കുട്ടികളൊക്കെ നാശമായി പോകുന്നു, അതാരാ പറഞ്ഞത്? ഇതൊക്കെ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ഇവിടെ ഒരു കുഴപ്പമുണ്ടാവില്ല, അതാരാ പറഞ്ഞു? ഒരിക്കൽ ഞാനൊരു കഥ പറഞ്ഞു തരാം, ഒരു ചരിത്രം പറഞ്ഞു തരാം. ഒരു നാട്ടിലൊരു സാലിഹായ മനുഷ്യൻ ഉണ്ടായിരുന്നു. നിങ്ങൾ എൻ്റെ കൂടെ അല്ലേ? ഒരു സാലിഹായ മനുഷ്യൻ ഉണ്ടായിരുന്നു. ആ സാലിഹായ മനുഷ്യന് ഭാര്യ മരിച്ചുപോയി. ഭാര്യ നേരത്തെ മരിച്ചു. ഭാര്യ ഒരു കുട്ടിയെ പ്രസവിച്ച് മരിച്ചു. അയാൾ വൃദ്ധനുമാണ്. ഭാര്യ ഒരു കുട്ടിയെ പ്രസവിച്ചു, ഭാര്യ മരിച്ചു. അപ്പോൾ ഒരു പെൺകുട്ടിയാണ് പ്രസവിച്ചത്, പെൺകുട്ടിയാണ്. ഇയാൾക്കാകട്ടെ മരണാസന്ന രോഗിയായി കിടക്കാണ് സാലിഹായ ആലിമായ ഈ മനുഷ്യൻ. നിങ്ങൾ എൻ്റെ കൂടെ വരണം കേട്ടോ, ശ്രദ്ധിക്കണേ. ഒരു സാലിഹായ ആലിമായ മനുഷ്യനെ താരീഖിൽ പറയുന്നുണ്ട്. ഈ ചരിത്രം ഒരുപാട് സ്ഥലത്ത് ഞാൻ ഹിക്കമിൽ കണ്ടിട്ടുണ്ട്. ഹിക്കമിൻ്റെ താഴെ ഇഖാദിൽ ഈ ചരിത്രമുണ്ട്, വേറെ കിതാബുകളിലൊക്കെ ഈ ചരിത്രം കണ്ടിട്ടുണ്ട്. ഒരു സാലിഹായ ആലിമായ ഒരു മനുഷ്യനെ വയസ്സാം കാലത്തിൽ കുട്ടി ഉണ്ടായി, പ്രസവിച്ചു, ഭാര്യ മരിച്ചു, കുട്ടി ബാക്കിയായി. അയാളാകട്ടെ രോഗിയായി കിടക്കുകയാണ്, മരണാസന്നനായി കട്ടിൽ കിടക്കുകയാണ്. അപ്പോൾ ഇയാൾക്കൊരു ഖാദിമുണ്ട്, അയാൾ ആലിമാണ്, അങ്ങനെയൊക്കെ ഇയാൾക്ക് ഖാദിമുണ്ട്. അങ്ങനെ ഇയാൾക്ക് ഈ കുട്ടിയെ അയാൾ പലതും കൊടുത്ത് ഇങ്ങനെ പരിചരിച്ചു. ഭാര്യ മരിച്ചതല്ലേ, അങ്ങനെ പരിചരിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞ് ഇയാൾ രോഗം മൂർച്ഛിച്ചു. ഇയാൾ മരിക്കാൻ ഒരുങ്ങിയപ്പോൾ ഇയാളെ ഖാദിമ് പറഞ്ഞു ഇയാളോട്, മാനവറുകളെ, മോളെ എനിക്ക് വിട്ടെന്നാളെ, ഞാൻ അതിനെ എൻ്റെ മോളെ പോലെ വളർത്ത, അതിൻ്റെ കാര്യത്തിൽ ബേജാറാകണ്ട നിങ്ങൾ എന്ന് പറഞ്ഞു ഈ ആലിമിനോട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആലിം പറഞ്ഞു, ഇല്ല, നിനക്കൊരു ബുദ്ധിമുട്ട് വലിച്ചിട്ടിട്ട് മരിക്കാൻ ഞാൻ ഉദ്ദേശിക്കണില്ല. ഒരു പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ നിനക്ക് തോന്നും ഞാൻ അയാളുടെ ഖാദിമായതുകൊണ്ട്, അയാൾക്ക് അവസാനം ഒരു കുട്ടി ഉണ്ടായതുകൊണ്ട് അയാൾക്കും ഭാര്യയ്ക്കൊരു സുഖം അനുഭവിച്ചു, അവസാനം ബുദ്ധിമുട്ടേണ്ടത് ഞാൻ. മനസ്സിലാവണില്ലേ പറഞ്ഞത്? ഞാനാണല്ലോ എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു ദിവസം ഈ എൻ്റെ ഭാര്യനെയും കുറ്റപ്പെടുത്തി വയസ്സാം കാലത്തെങ്കിലും ഒരു കുട്ടി ഉണ്ടാവാതെ അവർക്ക് നോക്കായിരുന്നല്ലോ, അതുകൊണ്ടല്ലേ ഇപ്പം ഞാൻ കുടുങ്ങിയത് എന്ന് വിചാരിച്ചു പോകുമല്ലോ ഒരു സമയത്ത്. അതുകൊണ്ട് ഏതായാലും ഞാൻ എന്നെ അത് ഏൽപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ച് ഈ ഖാദിമ് ചോദിച്ചു, പിന്നെ എങ്ങനെ ഈ കുട്ടി പുലരുക? ഉമ്മയോ ഇല്ല, ഇങ്ങോട്ട് നോക്കണം കേട്ടോ, അങ്ങോട്ട് നോക്കി, ഉമ്മയോ ഇല്ല, ബാപ്പയായ നിങ്ങൾ മരണാസന്നനുമാണ്, എന്താ ചെയ്യുക ചോദിച്ചു. അപ്പോൾ ഹിജാസിലാണ് ഇവരുടെ വീട്, ഈ ആലിമിൻ്റെ വീട്. അപ്പോൾ ഈ മാൻ പറഞ്ഞു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ മറവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നാട്ടുകാരോട് പറയാം, കുട്ടിയെ ഏൽപ്പിക്കേണ്ട സ്ഥലം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് കുട്ടിയെ ഇവിടെ നിന്ന് കൊണ്ടുപോവുക. എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാം? ഈ രാത്രി കൊണ്ടുപോയിട്ട് ആളില്ലാത്ത നേരത്ത് മത്താഫിൽ പോയി കുട്ടിയെ കിടത്തുക, അള്ളാൻ്റെ വീട്ടിൻ്റെ മുറ്റത്തുകൊണ്ടേ കിടത്തുക. കുട്ടിയെ തന്നത് ആരാണ്? പറ. അള്ളാഹുവാണ്. ഈ കുട്ടിയുടെ ഉമ്മയെ മരിപ്പിച്ച ആളാരാ? അള്ളാഹു. ഇപ്പം എന്നെ മരിപ്പിക്കണത് ആരെന്നെ? അള്ളാഹു. അതുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചേൽപ്പിക്കുക. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല, മനസ്സിലായോ? വീട്ടിലാണ് തിരിച്ചേൽപ്പിച്ചാണ്. ഈ രാത്രി എന്ത് ചെയ്യാം? ആരും കാണാതെ മത്താഫിൽ ആളില്ലാത്ത നേരത്ത്, ആ കാലത്തൊക്കെ മത്താഫിൽ ആളുണ്ടാവില്ല, അപ്പോഴല്ലേ ആൾ കൂടിയത്. ആരുമില്ലാത്ത നേരത്തെ നട്ടപ്പാതിരൊക്കെ കൊണ്ടുപോയിട്ട് കുട്ടിയെ മത്താഫിൽ കിടത്തിക്കോ, കുട്ടിയെ അള്ളാഹു തല പോറ്റിക്കോളൂ, ഈ വിചാരമുണ്ടാന്ന് പറഞ്ഞു. ഇയാൾ എന്ത് ചെയ്ത്? ഇയാൾ പറഞ്ഞതുപോലെ ഈ കുട്ടിയെ എടുത്ത് രാത്രിയുടെ യാമങ്ങളിൽ ഇയാൾ ഈ കഅബാലയം ലക്ഷ്യമാക്കി പോയി. കഅബാലയത്തിന്റെ മുറ്റത്ത് മത്താഫിൽ ഈ രാത്രിയുടെ അന്ത്യയാമത്തിൽ കുട്ടിയെ കിടത്തി. എന്നിട്ട് അയാൾ എന്ത് ചെയ്തു? കുട്ടിയെ കിടത്തി. എന്നിട്ട് ഇയാൾക്കൊരു ഷെക്ക്, പഠിച്ചോനെ എന്ത് ആയിപ്പോയാലോ, ഒരു ചെറിയ കുഞ്ഞുമോളായ കുട്ടിയല്ലേ, ഒരു പാവപ്പെട്ട കുഞ്ഞുമോൾ, എട്ടും പൊട്ടും കാലിട്ടടിക്കുന്ന ഒരു കുഞ്ഞിക്കുട്ടി, ഈ കുഞ്ഞിക്കുട്ടിയെ മത്താഫിൽ കിടത്തിയിട്ട് ഞാൻ എങ്ങനെയാണ് പോവാ റബ്ബേ? ഇയാൾക്ക് അവിടുന്ന് പോകാൻ തോന്നണില്ല. ഇയാൾ മേലെ എന്ത് ചെയ്തു? പറഞ്ഞതനുസരിച്ചു. ഇയാൾ ആ കുട്ടിയെ വെളുപ്പം കാലത്തോടെ മത്താഫിൽ കിടത്തിയിട്ട് എന്ത് ചെയ്തു? ഇയാൾ കഅബാലയത്തിന്റെ മസ്ജിദുൽ ഹറാമിന്റെ ഒരു തൂണിന് മറിഞ്ഞങ്ങനെ ഇരുന്നു, നടക്കണതൊന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ച്. അന്ന് ആദ്യമായി മത്താഫിലേക്ക് തവാഫിന് വന്നത് ഇന്ന് വരെ ദാമ്പത്യം തുടങ്ങിയിട്ട് ഇന്ന് വരെ കുട്ടികളില്ലാത്ത മക്കയിലെ രാജാവിന്റെ ഭാര്യയാണ്. നിങ്ങൾ ഇതിൻ്റെ കൂടെ ഇല്ല, മനസ്സിലായോ? ചിന്തിക്ക്. ഹിക്കമിലുണ്ട് ഈ സംഭവം, ഹിക്കമിന്റെ താഴെ ഈ ഖാദിൽ ഈ സംഭവം ഉണ്ട്. ഒരു മനുഷ്യൻ അള്ളാനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നടക്കാൻ പോകുന്ന കാര്യത്തിന് വ്യാഖ്യാനമായി പരിശുദ്ധ ഗ്രന്ഥമായ ഹിക്കമിന്റെ വ്യാഖ്യാനത്തിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ആദ്യമായി മത്താപ്പിലേക്ക് വരുന്നത് രാജാവിന്റെ ഭാര്യ രാജ്ഞിയ. അക്കാലത്തെ രാജാവിന് കുട്ടികൾ ഇല്ല. അപ്പൊ ഈ മത്താപ്പിലേക്ക് ഇങ്ങനെ വന്ന് ഇവര് തവാഫ് ഇങ്ങനെ തുടങ്ങി. തവാഫ് തുടങ്ങിയിട്ട് ഇതാ മത്താപ്പിൽ ഈ ഏരിയയിൽ വന്നപ്പോൾ രാജ്ഞിയും തോഴിമാരുമുണ്ട്. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, ഒരു കുഞ്ഞിക്കുട്ടി കാലിട്ടടിച്ചിങ്ങനെ പുഞ്ചിരിച്ച് കിടക്കുന്നത് രാജ്ഞിയുടെ ശ്രദ്ധയിൽപ്പെട്ട്. സുബ്ഹാനല്ലാഹ്, എന്തൊരു തേജസ്സുള്ള കുഞ്ഞുമോൾ! അല്ലാഹ്, വല്ലാത്തൊരു കുഞ്ഞുമോൾ! ഈ കുഞ്ഞുമോളെ വാരിപ്പുളർന്ന് എന്റെ പടച്ചവൻ എനിക്ക് തന്ന നിധിയായിരിക്കും. എത്രയോ കാലമായി, ഇന്നലെ രാത്രി ഞാൻ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ദുആ ചെയ്തിട്ടുണ്ട്, പടച്ചവനെ എനിക്ക് പ്രസവിക്കാനാവില്ലെങ്കിൽ വേണ്ട, നീ ഇഷ്ടപ്പെട്ട ഒരു കുഞ്ഞുമോളെ നീ എനിക്ക് തരണമെന്ന്. ഇന്നലെ രാത്രിയും ഞാൻ തഹജ്ജുദ് നിസ്കരിച്ച് ദുആ ചെയ്തതിന്റെ തൗഫീഖ് എന്റെ റബ്ബ് എനിക്ക് തന്നല്ലോ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് സുജൂദിൽ വീണു. ആര്? രാജ്ഞി. കുട്ടിയായിട്ടെടുത്തു. എങ്ങനെയുണ്ട്? നിങ്ങൾ ചിന്തിക്കണം. പിന്നെ രാജ്ഞി ഏറ്റെടുത്തു. രാജാവിന് സന്തോഷം. ഹിജാസ് മുഴുവനും പെരുന്നാൾ ആഘോഷിച്ചു. രാജാവിന് ഒരു കുഞ്ഞുമോളെ മത്താഫിൽ നിന്ന് പടച്ചതമ്പുരാൻ കൊടുത്തിരിക്കുന്നു. രാജാവിന്റെയും രാജ്ഞിയുടെയും ദുആ അല്ലാഹു തആല സ്വീകരിച്ചിരിക്കുന്നു. ഈ കുഞ്ഞുമോളെ കളഞ്ഞു കിട്ടിയ അന്നത്തെ ദിവസം മക്കായും പരിസരം മുഴുവൻ പെരുന്നാൾ ആഘോഷിച്ചു. കാരണം രാജാവിന് കുട്ടിയെ കിട്ടാൻ ഇവർ കുറെ കാലമായി അൽഹംദുലില്ലാഹ്. അന്ന് മക്കായും ഹിജാസും മുഴുവനും ആഘോഷമായി. പിന്നെ രാജാവിന്റെ മകളായി വളർന്നു. പിന്നെ വലിയ ഉഷാറായി. അവസാനം ഒരു കുഞ്ഞുമോളായി വളർന്ന് സുന്ദരിക്കുട്ടിയായി വളർന്ന് അക്കാലത്ത് മക്കായിലുള്ള സകല വിജ്ഞാനങ്ങളും ഈ പെൺകുട്ടി നേടി. അക്കാലത്തെ വലിയ വലിയ ആലിമത്തുകൾ ഉണ്ടായിരുന്ന അത്ര മക്കായിൽ. ആ വിജ്ഞാനമെല്ലാം ഖുർആനും ഹദീസും ഫിഖ്ഹും ഖിറാഅത്തും എന്നല്ല, അക്കാലത്ത് മക്കായിലെ പെണ്ണുങ്ങൾ പഠിച്ചിരുന്ന എല്ലാ വിജ്ഞാനങ്ങളും രാജാവും രാജ്ഞിയും ആർക്ക് കൊടുത്ത്? ഈ കുട്ടി കൊടുത്ത്. വളർന്നു വന്നപ്പോൾ പ്രധാനമന്ത്രിയുടെ ഒരു മകൻ ഉണ്ടായിരുന്നത്ര അക്കാലത്ത് ആലിം മഷ്ഹൂറായ ഒരു മഹാൻ. ആ മഹാൻ കല്യാണം അന്വേഷിച്ചു. നാട് ആമോദമായി ആഘോഷം നടത്തി. അനവധി ഒട്ടകക്കൂട്ടങ്ങളെ അറുത്തിട്ട് എന്ത് ചെയ്ത്? എന്ത് ചെയ്ത്? ഈ പെൺകുട്ടിയെ ആലിമായ പ്രധാനമന്ത്രിയുടെ ആലിമായ മകന് കെട്ടിച്ചു കൊടുത്തു. എങ്ങനെയുണ്ട്? സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ബേജാറാവണ്ട, നമുക്ക് ശേഷം പ്രളയമാണ് ഇവിടെ ഉണ്ടാകുക, അങ്ങനെ വിചാരിക്കണ്ട. റഹ്മത്തുള്ളാ ഖാസിം ഈ പ്രസംഗം നിർത്തിയാൽ പിന്നെ അവിടെ പ്രസംഗം നടക്കൂല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം ഞാൻ ഈ ലോകത്തെ ഏറ്റവും വലിയ കുട്ടിയാണല്ലോ. അതാണ് ഇന്നെപ്പോഴത്തെ ആളുകളുടെ വിചാരം. നമ്മൾ നടത്തിയിട്ടില്ലെങ്കിൽ ഒന്നും നടക്കൂല എന്ന് വിചാരിക്കുന്നത്. പണ്ടൊരാൾക്ക് ഒരു കോഴി ഉണ്ടായിരുന്നു അത്രേ. ആ കോഴി നീട്ടി കൂവിയിട്ടായിരുന്നു. 3 കോഴികളുണ്ടായിരുന്നു. ഒരാൾക്കൊരു 3 കോഴി ഉണ്ടായിരുന്നു. നല്ല കരുകരുത്തുള്ള 3 കോഴികൾ നേരം വെളുക്കാൻ കാലത്ത് നീട്ടി കൂവും. അപ്പോൾ മെല്ലെ മെല്ലെ നേരം വെളുത്ത് വരും. അങ്ങനെ ഇയാളും നാട്ടുകാരും തമ്മിൽ 1, 2 പറഞ്ഞ് തെറ്റിയപ്പോൾ ഇയാൾ എന്ത് ചെയ്ത്? വെളുപ്പാൻ കാലത്ത് കോഴിനെയും കൂട്ടി നാട് വിട്ട്. ഇനി അവിടെ നേരം വെളുക്കുന്നത് ഇനിക്കൊന്നാണെന്ന് പറഞ്ഞു. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. അയാൾ വിചാരിച്ചു ഇൻ്റെ കോഴിയില്ലെങ്കിൽ നേരം വെളുക്കൂല, ഇനി ഇവിടെ നേരം വെളുക്കണ എനിക്കൊന്ന് കാണണമെന്നാണ്. ഇതന്നെ അവസ്ഥ. മനസ്സിലാണ്ട? നമ്മളൊക്കെ വിട്ടികളാണ്. നമുക്ക് അള്ളാഹിന് ആവശ്യം എന്നല്ലാതെ അള്ളാഹ്ക്ക് നമ്മളെ ആവശ്യം തന്നെ ഇല്ല. ഒരാളെ അള്ളാഹ്ക്ക് ആവശ്യമില്ല, നമുക്ക് അള്ളാഹിനെ ആവശ്യം. നിങ്ങൾ അത് ബേജാറാകണ്ട. ഇവിടെ ഒരു ചുക്കും നടക്കാൻ പോണില്ല, ഒന്നും നടക്കൂല. ഇപ്പം എല്ലാവരും എന്തൊക്കെയോ നടക്കൂലോ എന്ന് വിചാരിച്ച് ഒഴിഞ്ഞൊഴിഞ്ഞ് നെഞ്ചിലെ രോമം മിക്കവാറും ഒക്കെ പോയി. എല്ലാവർക്കും ഉയണ്ട. ഇവിടെ ഒരു ചുക്കും നടക്കൂല, ഒന്നും നടക്കൂല, നടക്കുകയില്ല. ഇനി ഇവിടെ ആരും നടത്തിയിട്ടില്ലെങ്കിലും അള്ളാഹ് തീരുമാനിച്ചത് ഈ ലോകം മുഴുവൻ പാറാവു നിന്നാലും നടക്കും ചെയ്യും. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? അത്രയേ ഉള്ളൂ. പേടിക്കണ്ട. ഇവിടെ ഒന്നും നടക്കൂല, അല്ലെങ്കിൽ നടക്കും. ഈ ലോകത്തുള്ള എല്ലാവരും വിചാരിച്ചതുകൊണ്ട് ഒന്നും നടക്കാൻ വിചാരിച്ചാൽ നടത്താൻ കഴിയുകയില്ല. ഇനി ആരും വിചാരിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹ് വിചാരിച്ചാൽ നടക്കുകയും ചെയ്യും. ഒരു പേടിയും. 10 ചേട്ടന്മാരെ കാല് പിടിച്ചല്ലേ ഒരു കുഞ്ഞുമോൻ കരഞ്ഞത്. ഏട്ടന്മാരെ, കാക്കന്മാരെ, എന്നെ നിങ്ങളൊന്നും ചെയ്യരുത്. അവസാനം ആൾപ്പാർപ്പില്ലാത്തൊരു പ്രദേശത്തെ പൊട്ടക്കണത്തിലേക്ക് 10 ജേഷ്ഠന്മാർ കൂടിയിട്ട് വലിച്ചെറിഞ്ഞു ഈ കുട്ടിയെ. നിങ്ങൾ ചിന്തിക്കും. അവർ എല്ലാവരും ഇങ്ങനെ നോക്കി, താഴേക്ക് നോക്കി. ചെക്കൻ അവിടെ തന്നെ എത്തിയില്ലേ? എത്തി.
പൊട്ടിക്കരഞ്ഞ്. ഇവർ തിരിഞ്ഞു നോക്കിയില്ല. ഇവർ കുട്ടിയുടെ വസ്ത്രം അഴിച്ചു വാങ്ങിയിരുന്നു. അതിൽ ഒരാടിനെ അറുത്തിട്ട് എന്ത് ചെയ്ത് ദമും പുരട്ടി രക്തവും പുരട്ടി ബാപ്പായുടെ അടുത്തേക്ക് പോയി. ആര്? ഏട്ടന്മാര്. പിന്നെ 40 കൊല്ലം കഴിഞ്ഞു. പൊട്ടക്കണത്തിൽ ഈ കുഞ്ഞുമോനെ ഇട്ടിട്ട് എത്ര കൊല്ലം കഴിഞ്ഞു? പിന്നെ 40 years. 40 കൊല്ലം കഴിഞ്ഞപ്പോൾ പട്ടിണി കൊണ്ട് ഇവർ കുടുങ്ങി. അന്ന് ഇവർക്ക് പുരയിൽ 72 പേരെ കുട്ടികളുണ്ട്. ഇവർക്കൊക്കെ തിന്നണ്ടേ? പുരയിൽ 10 പൈസന്റെ സാധനമില്ല. അപ്പോൾ ആരോ പറഞ്ഞു മിസറിലെ രാജാവ് റേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാപ്പയും പറഞ്ഞു ഒന്ന് പോയി നോക്കിയിടവും. അങ്ങനെ പോയി ചെന്ന് നോക്കുമ്പോ 10 ആളുകളും ചെല്ലുക. 10 ആള് ചെല്ലുന്ന നേരത്തുണ്ട് ഒരാളിങ്ങനെ ഇരിക്കുന്നു. അലാ സരീരിൻ മിൻ ദഹബിൻ, സ്വർണത്തിന്റെ ഒരു സിംഹാസനത്തിൽ. അലൈഹി താജും മിൻ ദഹബിൻ, ഒരു സ്വർണത്തിന്റെ കിരീടം തലയിൽ വെച്ചിട്ടുണ്ട്. മനസ്സിലാണ്ടോ പറഞ്ഞത്? കൊട്ടാരം മുറ്റത്തേക്ക് സൂര്യൻ ഇങ്ങനെ ഉദിച്ചിങ്ങനെ തട്ടുന്ന നേരം ഇവർ മാറി മാറി നോക്കി. ആ ഉദിച്ചുയരുന്ന ബാലസൂര്യനെയും ഇയാളെയും ഇവർക്ക് തോന്നി വഹുവ അജ്മലു മിൻ തുലൂഇ ശംസി, ഉദിക്കുന്ന സൂര്യനേക്കാൾ വെളിച്ചം ഇയാളെ മുഖത്താണ്. മനസ്സിലാണ്ടോ? അയാളൊരു കമീസ് ഇട്ടിട്ടുണ്ട്. അസ്റാറുഹു മിൻ ദഹബിൻ, സ്വർണത്തിന്റെ ബട്ടൺസ്. പരിസരത്ത് മുഴുവൻ ആളുകളുണ്ട് ഇയാളെ പരിചരിക്കാൻ. അയാൾ ഒരു വാക്ക് പറഞ്ഞാൽ ആയിരക്കണക്കായ ഖാദിമീങ്ങൾ ഓടുന്നുണ്ട് നടപ്പിലാക്കാൻ. ഇവരിങ്ങനെ തേജസ്സായ ആളെ ഇങ്ങനെ നോക്കി. എന്തൊരു ഭംഗിയാണ്, എന്തൊരു കോലമാണ്. ഇവർ റേഷനൊക്കെ മറന്നുപോയി ഈ മനുഷ്യന്റെ ചുരുക്ക് കണ്ടിട്ട്. നിങ്ങൾ ഇവിടെ ഉണ്ടാ? റേഞ്ച് വിട്ടു പോണ്ട. റേഞ്ചിന്റെ ഉള്ളിൽ നിന്നാള്. ആരാണ് ഇയാള്? അവര് ഈ ആളെ അവസാനമായി കുട്ടി നോക്കിയത് ഇങ്ങനെയാണ്. ഇപ്പോൾ ഇയാൾ നോക്കണം ഇങ്ങനെയാണ്. മനസ്സിലായില്ല? പൊട്ടക്കണത്തിലിട്ടപ്പോൾ ഇവര് മുകളിലും കുട്ടി താഴെയാണ്. ഇപ്പോൾ ഇവർ ദർബാറിലെ മുറ്റത്താണ്, കുട്ടി സിംഹാസനത്തിന്റെ മുകളിലാണ്. എങ്ങനെയുണ്ട്? അവനാണ് അല്ലാഹു. ആ അള്ള മരിച്ചിട്ട് ഇപ്പൊ വേറെ അള്ള ജനിച്ചല്ല. ഹുവ അതേ അള്ളനെ പ്രതി അള്ള. പുറത്തു പറയണ്ട. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ആ അള്ളാഹ് ആ എക്സ്പയർ ആയി പോയിട്ട് വേറെ അള്ള ഉണ്ടായതല്ല. ആ അള്ള തന്നെയാണ്. യൂസുഫിന് അലൈഹിസ്സലാം ആ കരുത്ത് കൊടുത്ത അള്ളയാണ്. ഇന്നത്തെയും അല്ല, നാളത്തെയും അല്ല, എന്നത്തെയും അല്ല. പേടിക്കണ്ട. ഇവിടെ ഒരു ചുക്കും നടക്കാൻ പോണില്ല. ഇവിടെ ഒരു ചുക്കും നടക്കാൻ പോണില്ല. പിന്നെ അമരുന്നതിനനുസരിച്ച് കുരുക്കൾ പൊന്തും. അങ്ങനെയാണ്. കുരുക്കൾ ഇങ്ങനെ അമരുന്നത് കണ്ടാൽ കളരി അറിയാത്ത വിചാരിച്ച് കുരുക്കളെ കഥ കഴിഞ്ഞേന്ന്. മനസ്സിലായില്ല? നിങ്ങൾ കളരും കണ്ടിട്ടില്ലേ? അമരുന്നതിനനുസരിച്ച് ആ കുരുക്കൾ പൊന്തുക. എത്ര ശക്തമായി താഴ്ത്തി കറിഞ്ഞോ അത്ര ശക്തമായി മേലെ വരും. ഇത് ദുനിയാവാണ്, ഇത് അല്ലാഹുവിന്റെ ദുനിയാവാണ്. ഇന്നൽ അർള ലില്ലാഹ്, ഇന്നൽ അർള ലില്ലാഹ്. നിങ്ങൾക്ക് ഞാൻ ഖസസ് അധ്യായത്തിൽ നിന്ന് ഒരായത്തോടി തരാം. അത് നിങ്ങൾക്ക് മതിയാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇങ്ങോട്ട് നോക്ക്. നിങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കാനാണ് ആയത്ത്. ഖസസ് അധ്യായത്തിന്റെ തുടക്കത്തിലാണ് ആ ആയത്തുള്ളത്. നോക്ക്. ونريد أن نمن على الذين استضعفوا في الأرض ونجعلهم أئمة ونجعلهم الوارثين. ونريد أن نمن على الذين استضعفوا في الأرض ونجعلهم أئمة ونجعلهم الوارثين. ونريد أن نمن على الذين استضعفوا في الأرض ونجعلهم أئمة ونجعلهم الوارثين. ونريد أن نمن على الذين استضعفوا في الأرض ونجعلهم أئمة ونجعلهم الوارثين. إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله. صلاة الله سلام الله على طه رسول الله. صلاة الله سلام الله على ياسين حبيب الله. ഖസസ് അധ്യായത്തിന്റെ 6ാമത്തെ ആയത്തായിരിക്കും ഇത്. വനുരീദു, നാം എന്നും ഉദ്ദേശിക്കുന്നുണ്ട്, അന്നമുന്ന, അനുഗ്രഹം ചൊരിയാൻ, അലല്ലദീന സ്തുഇഫു ഫിൽ അർളി, ഭൂമിയിൽ അടിച്ചമർത്തപ്പെടുന്ന ജനതയുടെ മേൽ.
ഇങ്ങോട്ട് നോക്ക്, കണ്ണിന്റെ ഇമ വെട്ടരുത് അർത്ഥം പറയുമ്പോൾ. ഭൂമിയിൽ ഏത് കാലത്ത് അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയുണ്ടായോ ആ ജനതക്കായിരിക്കും പിന്നീട് നാം അനുഗ്രഹം ചൊരിയുക. ഉനജഅലഹും അഇമ്മ, പിന്നെ അവരെയാണ് ഞാൻ അടുത്ത തലമുറയിൽ നേതാക്കളാക്കുക. ഉനജഅലഹുൽ വാരിസീൻ, അവർക്കാണ് ഞാൻ ആ ഭൂമിയെ അനന്തരമാക്കി കൊടുക്കുക. സൂറത്തുൽ ഖസസ് 6-ാമത്തെ ആയത്ത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ ഒരു ജനത അടിച്ചമർത്തപ്പെട്ടാൽ പേടിക്കണ്ട. മനസ്സിലായോ പറഞ്ഞത്? വനുരീദു പ്രസന്റ് ഫ്യൂച്ചർ ടെൻസാ, പാസ്റ്റ് അല്ല. വനുരീദു എന്നും നാം ഉദ്ദേശിക്കുന്നു, അന്നമുന്ന നാം അനുഗ്രഹം ചൊരിയാൻ അലല്ലദീന സ്തുഇഫു ഫിൽ അർളി, ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ട ജനതയുടെ മേൽ. എപ്പോൾ ഒരു ജനത അടിച്ചമർത്തപ്പെടുന്നു ആ ജനതയുടെ മേൽ അനുഗ്രഹം ചൊരിയലാണ് എന്നും ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ടോ ونجعلهم أئمة ونجعلهم الوارثين, അവരെ നാം ഇമാമിയങ്ങളാക്കും, അവരെ നാം നേതാക്കളാക്കും. എന്നിട്ട് വനജഅലഹും الوارثين, ഭൂമി അവരുടെ കയ്യിൽ നാം ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. പേടിക്കണ്ട. ഈമാനിലേക്ക് തിരിച്ചു മടങ്ങുക. ഇതെല്ലാം അല്ലാഹുവിൻ്റെതാണ്, അവന്റെ തീരുമാനമല്ലാതെ ഇവിടെ നടക്കുകയില്ല. അടിമ 3 കാര്യത്തിലാണ് ഒടുങ്ങേണ്ടത്. ഇവിടെയാണ് അടിമയുടെ ഉത്തരവാദിത്വം. അടിമ 3 കാര്യമുണ്ടെങ്കിൽ മുഅ്മിനാകും. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിച്ച് 3 കാര്യമുണ്ടെങ്കിൽ പിന്നെ ആ തടിയിൽ പിശാചിന് പ്രവേശിക്കാൻ കഴിയുകയില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഒന്ന് എന്താണ്? അസ്സബ്റു, അല്ലാഹുവിന്റെ തീരുമാനത്തിൽ ക്ഷമിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. വശുക്റു, അല്ലാഹു നിഅമത്ത് ചെയ്താൽ നന്ദി ചെയ്യണം. വരില്ലാ, അല്ലാഹു എന്ത് വിധിച്ചാലും തൃപ്തിപ്പെടണം. ഇതാണ് ഈമാൻ. നിങ്ങളിന്റെ കൂടെ ഇല്ലേ? 3 കാര്യം ഈമാൻ. അസ്സബ്റു വശുക്റു വരില്ലാ. അസ്സബ്റു, ഏത് പ്രതിസന്ധിയിലും ഏത് പ്രതിസന്ധിയിലും ക്ഷമിക്കണം. അല്ലാഹുവിന്റെ നിയമത്തിൽ ഒതുങ്ങുക, അതാണ് ഈ ക്ഷമ. എന്താ ക്ഷമ? അല്ലാഹുവിന്റെ നിയമത്തിൽ ഒതുങ്ങുക. ഒരു പ്രതിസന്ധി മൂർച്ഛിച്ചാൽ ഈമാനില്ലാത്തവർ അള്ളാഹുവിനെ ആക്ഷേപിക്കും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചിലർ ഖുർആൻ ആക്ഷേപിക്കും. ഖുർആൻ വേദഗ്രന്ഥമായതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായതെന്ന് പറയും. ചിലർ മുത്തുനബി ആക്ഷേപിക്കും. നമ്മളെ പുറകോട്ട് കൊണ്ടുപോയത് നമ്മളെ മതത്തിന്റെ നിയമങ്ങളെന്ന് പറയും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഉറക്കെ പറ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. അങ്ങനെ പറയും. ഇതാഖിർസമാനാണ്. ഈ മുസ്ലിമീങ്ങൾ 2 വിഭാഗമായി മാറും. യകൂനുൽ മുസ്ലിമൂന ഫുസ്താതൈനി, ഫുസ്താത ഈമാനിൻ വഫുസ്താത നിഫാഖ് എന്ന് മുഹമ്മദ് മുസ്തഫ നുഅയ്മ ബിൻ ഹമ്മാദ് റളിയല്ലാഹു അൻഹു തന്റെ കിതാബുൽ ഫിതനിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ ഇമാം ബുഖാരി തങ്ങളുടെ മശായിഖന്മാരിൽ ഒരാളാണ് നുഅയ്മ ബിൻ ഹമ്മാദ് റളിയല്ലാഹു അൻഹു. അവർ രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം. ചിന്തിക്കണം. അവസാന കാലം വന്നാൽ മുസ്ലിമീങ്ങൾ 2 ചേരിയായി മാറും. ഒന്ന് കടുത്ത പ്രതിസന്ധിയിലും ഈമാന്റെ പക്ഷത്ത് നിൽക്കും. ചില ആളുകളോ പ്രതിസന്ധി വരുമ്പോൾ കളം മാറിയിട്ട് അവർ മുനാഫിഖുകളായി തീരും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മുഅ്മിനാണെങ്കിൽ എന്ത് വേണം? 3 കാര്യം വേണം. ഒന്ന് സബറു, ഏത് പ്രതിസന്ധിയിലും അല്ലാഹുവിൽ ക്ഷമിക്കണം. എന്തുണ്ടെങ്കിലും അല്ലാഹു ക്ഷമിക്കണം. എന്ത് വന്നാലും. എന്താ തീരുമാനം? ഖുൽ ലൻ യുസീബന, നബിയെ തങ്ങൾ പറയുക, ലൻ യുസീബന, ഞങ്ങൾക്ക് എത്തുകയേ ഇല്ല ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ലാഹു ഞങ്ങൾക്ക് തീരുമാനിച്ചതല്ലാത്തൊരു കാര്യവും ഞങ്ങൾക്ക് എത്തൂല. ഒന്നും നടക്കൂല, ഒന്നും ഉണ്ടാവില്ല. അതാരും തന്നിട്ടില്ലെങ്കിൽ തന്നെ ഞങ്ങൾക്ക് വരും. അള്ളാഹ് തീരുമാനിച്ചത് വന്നേ തീരൂ. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ഉറക്കപ്പറ, അള്ളാഹു തല ബോധം തരട്ടെ. അള്ളാഹു ബോധം തരട്ടെ. ഒരു മനുഷ്യൻ നിശ്ചയിച്ച ദിവസത്തിലല്ലാതെ അയാൾ മരിക്കൂല. ഒരിക്കലും മരിക്കൂല. നിശ്ചയിച്ച ദിവസം മരിക്കും. ഒരു ബസ്സിൽ കയറി, ഒരാൾ ബസ് കയറി വടകരയിലേക്ക് പോകുമായിരുന്നു. വടകരയിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ നേരെ വന്ന് ഇവിടുന്ന് കണ്ണൂക്കരയിൽ നിന്ന് കയറി ഒരു വളവ് കഴിഞ്ഞപ്പോൾ ആക്സിഡൻ്റായി അയാൾ മരിച്ചു. അപ്പോൾ നമ്മൾ പറയും, എന്ത്? അയാൾ പോണ്ടിയിരുന്നില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അയാൾ പോയിട്ടില്ലെങ്കിൽ അയാളെ വീട്ടിൻ്റെ മുറ്റത്ത് കാറ്റുകൊണ്ട് നടക്കുന്ന നേരത്ത് തേങ്ങ വീണ് മരിക്കും. അല്ലെങ്കിൽ എന്നാണ് ഉച്ചച്ചോറ് എന്നിട്ട് എന്ന് ഏമ്പക്കം വിട്ടാൽ ഏമ്പക്കം താഴത്തേക്ക് വരാതെ അങ്ങനെ മരിക്കും. നിങ്ങളിൻ്റെ കൂടെ ഇല്ലേ? മരിക്കും. അകാല ചരമം എന്നൊരു പരിപാടി ഇല്ല. എന്ന് തീരുമാനിച്ചോ അന്ന് മരിക്കും. ചിന്തിക്ക്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നിങ്ങളെ ചിന്തിക്കണം. ഈമാൻ 3 കാര്യമാണ്. ഒന്ന് സബ്റു, അള്ളാഹുവിന്റെ നിയമത്തിൽ ക്ഷമിക്കലാണ്. എന്തുണ്ടെങ്കിലും ക്ഷമിക്കണം.
لنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين. ക്ഷമിക്കുന്നവർ പല പ്രതിസന്ധിയും ഉണ്ടാവും. ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. സൂറത്തുൽ ബഖറ, പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നാഫിഅ ഇൽമിനെ തരട്ടെ. ഇങ്ങോട്ട് അടുത്ത ആയത്ത്. ക്ഷമിക്കുന്നവർ എന്നാൽ ആരാണ്? അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ, അവർക്കൊരു മുസീബത്ത് വന്നാൽ ഖാലു, അവർ പറയും ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി. ഇതാ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അത് പറയാനല്ല, അതിൽ ഒതുങ്ങി പറയാനാണ്. അതിൽ ഒതുങ്ങി പറയാൻ. ഒരാൾക്ക് എന്തുണ്ടായി? മുസീബത്ത് വന്നപ്പോൾ അയാൾക്ക് മാറത്തടിച്ചാട് പൊട്ടിച്ചിട്ട് ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ്. അതിനെന്ത് മാനയുള്ളത്? മനസ്സിലായില്ല. ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ അതൊരു നിലപാടാണ്. ഏത് പ്രശ്നത്തിലും ഞങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങും. ഇന്നാ ലില്ലാഹി ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഏത് പ്രതിസന്ധിയിലും ഞങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങും. ഇന്നാ ലില്ലാഹ് ഞങ്ങൾ അല്ലാഹുവിൻ്റെതാണ്. വഇന്നാ ഇലൈഹി റാജിഊൻ ഏത് പ്രശ്നമുണ്ടായാൽ ഞങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങും. മനസ്സിലായില്ലേ പറഞ്ഞത്? അപ്പോൾ ഇന്നാ ലില്ലാഹി എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു വാക്കല്ല, അതൊരു നിലപാടാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മളത് വർത്താനം പറഞ്ഞാൽ പോരാ. അത് പറഞ്ഞാൽ കൂലി കിട്ടൂലേ? കൂലി കിട്ടാം, പക്ഷേ അതൊരു നിലപാടാണ്. ആ നിലപാടിനെ അറിയിക്കുക എന്നതാണ് ആ ദിക്റിന്റെ പ്രത്യേകത. ദിക്ർ ചൊല്ലിയതുകൊണ്ട് മാത്രം കാര്യമില്ല, ആ നിലപാടിൽ ഒതുങ്ങണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നിങ്ങൾ ചിന്തിക്കുക, 3 കാര്യമുണ്ടെങ്കിൽ ഈമാൻ ഉണ്ടാവും. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. ഒന്ന് അസ്വബ്റു എന്ന ക്ഷമയാണ്. ഏത് പ്രതിസന്ധിയിലും ക്ഷമിക്കണം. ഇനി വിഷയങ്ങളെ മാറ്റിത്തിരുത്താൻ കഴിയൂലേ? അള്ളാഹ്ക്ക് കഴിയും. പിന്നെന്തേ? നമ്മൾ ദുആ ചെയ്യുക. മാറ്റി തിരുത്തേണ്ടതെല്ലാം അവൻ മാറ്റി തിരുത്തും. ലാ യറുദ്ദുൽ ഖളാഅ ഇല്ല ദുആ. ദുആക്കല്ലാതെ ഖളാഇനെ മാറ്റാൻ കഴിയുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ഏത് ഖളാഇനെയും മാറ്റി തിരുത്താൻ ദുആഇനെ കഴിഞ്ഞേക്കും. ദുആഇനല്ലാതെ ഖളാഇനെ മാറ്റി തിരുത്താൻ മറ്റൊന്നിനും കഴിയുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ മാറ്റി തിരുത്താവുന്ന ഒരു ഖളാ ആണെങ്കിൽ അത് ദുആ കൊണ്ട് മാറും, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പൊ ദുആ ചെയ്യുക, എന്നിട്ട് ഒതുങ്ങി നിൽക്കുക. രണ്ടാമത്തെ കാര്യം എന്താ? ഇവിടെ നോക്കി ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം എന്താ? 3 കാര്യമാണ് ഈമാൻ. എന്താ രണ്ടാമത്തെ കാര്യം? രണ്ടാമത്തെ കാര്യം അശ്ശുക്റു, അല്ലാഹുവിന് നന്ദി ചെയ്യലാണ്. 3 കാര്യമാണ് ഈമാൻ. അസ്സബ്റു വശുക്റു വൽറിളാ. രണ്ടാമത്തെ കാര്യം എന്താ? ശുക്ർ, നന്ദി ചെയ്യുക. ഈ 3 വിശദീകരിച്ച് ഞാൻ അവസാനിപ്പിക്കും. നിങ്ങൾ നല്ല പോലെ ശ്രദ്ധിച്ച് കേൾക്കണം. ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വഴിക്ക് ഈ വിഷയത്തെ വ്യാഖ്യാനിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്താ? അത് ശുക്റാണ്. എന്താ ശുക്ർ? എന്ത് നിഅമത്തിനനുസരിച്ചും ആ നിഅമത്ത് അള്ളാഹു തന്നതാണെന്ന് മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ തീരുമാനത്തിനനുസരിച്ച് ആ നിഅമത്തിനെ ഉപയോഗപ്പെടുത്തുക. അതിനെ ശുക്ർ. ശുക്ർ എന്ന് പറഞ്ഞാൽ വെറുതെ പൈസ കൊടുക്കലല്ല. പൈസ കൊടുക്കൽ ശുക്രല്ലേ? ആണ്. അതുകൊണ്ട് ശുക്രായി പൂർത്തിയാവോ? ഇല്ല. ചിന്തിക്കണം. നിസ്കരിക്കൽ ശുക്രല്ലേ? അതെ. പക്ഷെ നിസ്കരിച്ചുകൊണ്ട് ശുക്ർ പൂർത്തിയാവോ? ഇല്ല. എന്താ ഈ ശുക്ർ? എന്താ ശുക്ർ? എന്താണ് ശുക്ർ? ഏതാണ് ശുക്ർ? ശുക്ർ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ശുക്ർ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. നല്ലപോലെ നിങ്ങൾ ചിന്തിക്കണം. നല്ലപോലെ ചിന്തിക്കണം. എന്താ ശുക്ർ? ശുക്ർ എന്ന് പറഞ്ഞാൽ ഈ വാച്ച് ഞാൻ എൻ്റെ കയ്യിൽ തൽക്കാലം എൻ്റെ അയൽവാസിയുടെ കയ്യിൽ നിന്ന് കടം വാങ്ങി കെട്ടിപ്പോന്നതാണെന്ന് സങ്കല്പിക്കുക. മനസ്സിലാവുകൊണ്ട് പറഞ്ഞത്? ഞാൻ ഇന്ന് എൻ്റെ നാട്ടിൽ നിന്ന് വരുമ്പോൾ എൻ്റെ അയൽവാസിയുടെ കയ്യിൽ നിന്ന് കടം വാങ്ങി കെട്ടിപ്പോന്നതാണ് ഈ വാച്ച് എന്ന് സങ്കല്പിക്കുക. മനസ്സിലായില്ലേ? അങ്ങനെ അവൻ എന്നോക്ക് വാച്ച് തന്നപ്പോൾ എന്ത് പറഞ്ഞേ? ഉസ്താദേ, നിങ്ങൾ എടുത്തോളൂ, നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ. വാച്ചിന് ഒരു അത്യാവശ്യമില്ല. വയൽ പറയുമ്പോൾ എപ്പോഴത്തെ സമയം നോക്കേണ്ടി വരുമല്ലോ, നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ. പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. എന്താ ശ്രദ്ധിക്കേണ്ടത്? നിങ്ങൾ ആരെങ്കിലും സമയം ചോദിച്ചാൽ നിങ്ങളത് പറഞ്ഞു കൊടുക്കണം. മടി കാണിക്കാതെ പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞ്. മനസ്സിലായോ പറഞ്ഞത്? അതവൻ എന്നെ ഏൽപ്പിച്ച കടമ. ഏൽപ്പിക്കാത്തൊരു കടമ എനിക്ക് മനുഷ്യൻ എന്ന നിലയിലുണ്ട്. എന്ത്? ഇതവൻ എനിക്ക് ചെയ്ത ഉപകാരമാണ് എന്നുള്ള ബോധം. അതെന്നെ. 1, അള്ളാഹു തൗഫീഖ് തരട്ടെ. 2, ആര് അവൻ എന്നോട് കൽപ്പിച്ച അതൊക്കെ ശുക്റാണ്. എന്നോട് പറഞ്ഞ എന്ത്? ആര് സമയം ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണേ? അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കുക. 1. 2, പിന്നെന്ത്? ഇതിന്റെ മുതലല്ല. ഇതിന്റെ പട്ടയുടെ ഈ സൂചി പോലും ഇന്റേതല്ല. ഇതാരുടേതാണ്? എന്റെ അയൽവാസിയുടേതാണ് ബോധം. ഇതാണ് എന്ത്? ഇതന്നെയാണ് എന്ത്? ഇതന്നെയാണ് എന്ത്? നന്ദി.
എന്നാ എനിക്ക് സമയം അറിഞ്ഞൂടെ? അറിയാ. എനിക്ക് ഇതിങ്ങനെ കെട്ടി പൗരൻ അടിച്ചൂടെ? പറയും മനുഷ്യന്മാരെ. അതാ ഞാനിപ്പോ ഈ വാച്ചും കെട്ടി ഇങ്ങനെ മിന്നുമ്പോ നമ്മളെ ഉസ്താദിന് നല്ല ചൊറുക്കുള്ള വാച്ച് ഉണ്ടല്ല എന്ന് നിങ്ങൾക്കൊക്കെ തോന്നുമല്ലോ. അപ്പൊ ഒരു പൗർ എനിക്ക് ഉണ്ടാവുന്നില്ലേ? ഞാൻ നിങ്ങളെ മുന്നിൽ പറഞ്ഞു പെട്ടുപോയോ? മനസ്സിലാവണ്ട നിങ്ങൾക്ക്? ഞാൻ ഈ വാച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മിന്നിച്ചിട്ട് പൗറും പത്രാസും ഇങ്ങനെ കാണിക്കുമ്പോ എനിക്കൊരു പൗറില്ലേ? ഉണ്ട്. അത് എനിക്ക് എടുക്കാം. അതിൽ എനിക്കൊരു പ്രശ്നമില്ല. അത് എടുക്കാം. എനിക്കിതിലൊരു പൗറുണ്ട്. പക്ഷേ ഈ പൗർ എടുക്കുമ്പോൾ ഞാൻ എന്ത് ചിന്തിക്കണം? കണ്ണൂക്കരക്കാരെ മുന്നിൽ ഞാൻ പൗരനാകാൻ കാരണം എന്റെ അയൽവാസി എന്നോട് കാണിച്ച ഔദാര്യമാണ് എന്ന ബോധം. അതന്നെയാ ശുക്ർ, അതന്നെയാ നന്ദി. അതിനാണ് നന്ദി എന്ന് പറയാ. അതാണ് നന്ദി, തന്നെ നന്ദി. 3 കാര്യമാണ് ഈമാൻ. 1 സബറാണ്, രണ്ടാമത്തത് ശുക്റാണ്. മനസ്സിലായോ? ഇത് എന്റേതല്ല, ഇത് ആരുടേതാണ്? എൻ്റെ റബ്ബിൻ്റെതാണ് എന്ന് സദാസമയവും ബോധം ഉണ്ടാകണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആ ബോധത്തിൽ നിന്ന് മലബാർ അടുത്ത കാലത്ത് പുറകോട്ട് വരുന്നുണ്ട്. അത് മലബാറിൽ അള്ളാഹുവിൻ്റെ ഇടപെടൽ ഉണ്ടാകുമോ എന്ന് ഭയപ്പെടേണ്ടതുണ്ട്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. മലബാറിൽ 10 പൈസ ഇല്ലാത്ത കാലത്ത് നന്ദി ഉണ്ടായിരുന്നു. മലബാറിൽ ഇന്ന് നന്ദി മരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഉറക്കെ പറ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. മലബാറിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങുമോ എന്ന് നമ്മൾ ഭയപ്പെടണം. എന്തുകൊണ്ട്? നന്ദില്ല. ഇന്ന് നന്ദില്ല എന്ന് പറയാൻ കാരണം നല്ലോണം ചിന്തിക്കണം. ചെറുപ്പക്കാരിങ്ങനെ സൈഡിലൊന്നും നിന്ന് കേൾക്കണ്ട, കുറച്ചിരുന്നാളാ. ചിന്തിക്കണമെങ്കിൽ ലേശം ഇരിക്കണം. ഇവിടെയൊക്കെ സ്റ്റൂളും ബസ് കസേരയൊക്കെ നിങ്ങളെപ്പോലത്തെ ആണുങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ചതാണ്. ഒക്കെ ഇരുന്ന് കേൾക്ക്, ഒരു കുഴപ്പമില്ല. ഇരുന്ന് കേൾക്ക്. എന്താണ് ഈ പറയണ ഇയാൾ എന്ന് ഇരുന്ന് കേൾക്ക്. എന്താണ് ഇയാൾ ഈ പറയുന്നത് എന്ന് കേൾക്ക്. നിങ്ങൾ ചിന്തിക്കും. ഇങ്ങോട്ട് നോക്ക്. മലബാറിൽ ശുക്ർ എന്ന സാധനം ഇന്ന് കാണില്ല. പുതിയ തലമുറയിൽ അശേഷം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നിങ്ങൾ ചിന്തിക്കുക. വളരെ ചിന്തിക്കണം. നിങ്ങൾ ചിന്തിക്കുക. മലബാറിൽ ഇന്നത്തെ അവസ്ഥ, മലബാറിൽ ഒരു കാലത്ത് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു നന്ദിയാണെന്ന്. 10 പൈസ കയ്യിലില്ല, ഒരു നേരത്തെ കഞ്ഞി കുടിക്കാനില്ലെങ്കിലും അള്ളാഹുവിൻ്റെ നിഅമത്തിനെ പറ്റി പാമ്പൻ ബോധമായിരുന്നു മുസ്ലിമീങ്ങൾക്ക്. ഇന്ന് മുസ്ലിമീങ്ങൾ സ്വയം പര്യാപ്തരാണ് എന്നൊരു അഹങ്കാരം മുസ്ലിമീങ്ങളെ ബാധിച്ചിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. പൈസക്കാര്, നിഅമത്തുള്ളവര്, നല്ല നല്ല കച്ചവടക്കാര്, നല്ല നല്ല പണക്കാര്, നല്ല നല്ല സ്വന്തന്മാരായ ആണുങ്ങള്, സ്വന്തത്തികളായ പെണ്ണുങ്ങള്, നല്ല നല്ല സാഹചര്യം എല്ലാം നന്നായപ്പോൾ ആരാധനാ ചടങ്ങുകളിൽ മതമൊതുങ്ങിപ്പോയി. ബോധമണ്ഡലത്തിൽ നിന്ന് ശുക്റുൽ മുൻഇമി അലാ ഇൻആമിഹി വാജിബുൻ, പടച്ച തമ്പുരാനെ പറ്റിയുള്ള ചിന്ത ഖൽബിന്റെ ഉള്ളിൽ നിന്ന് എടുത്തുപോയി. ഇത് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ അതിന് ചെറിയ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. അള്ളാഹു നമ്മളെ കാക്കട്ടെ.